പ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിരിക്കണം കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴും നമുക്കറിയാം, പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസ് ചവിട്ടിയ പാദമെല്ലാം വെള്ളമായി തോന്നിയില്ല. അവൻ ചവിട്ടി ഹല്ലേലൂയ പാറയായി അവന് മനസ്സിലാക്കുവാനിടയായി. പക്ഷെ പത്രോസിന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറിയപ്പോൾ അവൻ ചവിട്ടി വന്ന പാറയുടെ അനുഭവം വെള്ളമായി അവന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിടയായി. കണ്ടോ, പത്രോസ് നോക്കിയത് യേശുവിനെയാണ്. യേശു പടകിലിരിക്കുന്ന യേശുവിനെ പത്രോസ് നോക്കി ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ ലക്ഷ്യം യേശുവിന്റെ മുഖത്തേക്കായിരുന്നു, ആ കണ്ണുകളിലേക്കായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ കണ്ണിൽ നിന്ന് പത്രോസിന്റെ കണ്ണ് എപ്പോഴാണോ എടുത്തു മാറ്റിയത്, അപ്പോൾ പത്രോസ് ആ കടലിൽ താഴുവാനിടയായി. കണ്ടോ, ആ പത്രോസ് എന്ത് ചെയ്തു? ആ പടകിൽ ഇരിക്കുന്ന യേശുവിന്റെ കണ്ണിലേക്ക് നോട്ടം മാറ്റി അവൻ ആകാത്തടുത്തേക്ക് നോക്കിയപ്പോൾ പത്രോസ് ആ കടലിൽ താഴുവാനിടയായി. സ്തോത്രം. അങ്ങനെയെങ്കിൽ താണുപോയ പത്രോസിനെ കരം കൊടുത്ത് ആ പടകിലേക്ക് കയറ്റിയ ഒരു യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൽ നിന്ന് ആ നോട്ടം പലപ്പോഴും നമ്മൾ മാറ്റിക്കളയാറുണ്ട്. ഹല്ലേലൂയ. അതല്ലേ യേശു സഞ്ചരിച്ച പടകിൽ ശിഷ്യന്മാര് 12 പേര് യേശുവിന്റെ പടകിൽ ഉണ്ടായിരുന്നപ്പോഴും ഹല്ലേലൂയ യേശുവിനെ ഉറക്കുവാൻ ഹല്ലേലൂയ അമരത്ത് തലകണ വെച്ച് യേശുവിനെ ഉറക്കിക്കളഞ്ഞ ഒരു മനുഷ്യനാണ് യൂദ ഇസ്കറിയോത്ത്. യൂദ എന്ന് പറഞ്ഞ തന്റെ മനുഷ്യൻ. ഹല്ലേലൂയ. യേശുവിനെ ഉറക്കിയ ശേഷം അവരവരെ പരിപാടികൾ ആരംഭിച്ചപ്പോൾ ഈ പടകിന്റെ മേൽ കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, യേശു പടകിൽ ഉറങ്ങുകയല്ല ചെയ്തത്, അവൻ അവിടെ മയങ്ങുകയായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, നമ്മെ വിളിച്ചവനും നമ്മെ നിർത്തിയവനും നമ്മെ പരിപാലിച്ചവനും നമ്മെ ഇന്നും സൂക്ഷിക്കുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ആരിറങ്ങുമോ അവരെ നോക്കി സ്തോത്രം. ഇവിടെ വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്, അവരുടെ ജീവിതത്തിൽ നിന്ന് മരണഭീതിയെ മാറ്റുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. കണ്ടോ, അവിടെ നമ്മൾ വായിച്ചു കണ്ടോ, 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാ അടിമകളായിരുന്നത്? ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം ആരാ? ദൈവത്തിന്റെ സ്വന്തം ജനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ 1, 2, 1000, 10,000 പേരല്ല, 30 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വിശ്വസ്തനായ ഒരു മനുഷ്യൻ വേണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്: മോശ ദൈവ ഭവനത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവം ചിലരെ ഏൽപ്പിക്കുന്നില്ലേ? ഇന്ന് രാത്രി കേട്ട് മറന്നു പോകരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, ദൈവം നമ്മെ മാനിക്കുന്ന, ദൈവം നമ്മെ ആദരിക്കുന്ന വിധങ്ങളെ ഓർത്താൽ വർണ്ണിപ്പാൻ നാവ് പോരാ. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ദുഃഖത്തോടെ ഒരു കാര്യം പറയാം. ചിലപ്പോൾ നിങ്ങൾ വിക്കിയായിരിക്കാം 1, 2 വാക്ക് പ്രബോധിപ്പിക്കുന്നത്. ഭാരപ്പെടേണ്ട കേട്ടോ, ആ വാക്കുകളിലും വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? Hallelujah. Praise the Lord. നമ്മൾ ആരും മാർക്കിടുവാൻ വന്നവരല്ല, നമ്മൾ പ്രാപിക്കാൻ വന്നവരാ. നമ്മളാരും വിലയിടുവാൻ വന്നവരല്ല, നമ്മളെല്ലാം പ്രാപിക്കാൻ വന്നവരാ. അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം പറയുന്നു: നീ വിശ്വസ്തനാണെങ്കിൽ നിന്റെ കരങ്ങളിൽ 300 പേരെ അല്ല 30 ലക്ഷം പേരെ ഏൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. Praise the Lord. Hallelujah. ശ്രദ്ധിക്കൂ, 300 ആടുകളെ മേച്ചുകൊണ്ടിരുന്ന മോശയോട് ദൈവം പറഞ്ഞു ഹോരേബിൽ വെച്ച്, നീ വിശ്വസ്തയോടെ 40 വർഷം എന്റെ വഴിയിൽ നീ നടന്നു. 40 വർഷം വിശ്വസ്തയോടെ എന്റെ വഴിയിൽ മോശ നീ നടന്നു. എവിടെയാ നീ തെറ്റിപ്പോയത്? ഹല്ലേലൂയ.
ദീർഘമായ 40 വർഷം മോശയുടെ നടുവിൽ പ്രത്യക്ഷനാകാത്ത ദൈവം തന്റെ 80-ാമത്തെ വയസ്സിൽ ഹോരേബിൽ തന്റെ അമ്മായിയപ്പന്റെ ആടുകളുമായി ആയി അവൻ നിൽക്കുമ്പോൾ ഹോരേബിൽ അഗ്നിജ്വാലയിൽ ദൈവം പ്രത്യക്ഷനായി. ഞാൻ പറയട്ടെ, ആമേൻ, ദൈവത്തിന് പരമേൽപ്പിപ്പാൻ പ്രായം വിഷയമല്ല. ആമേൻ, വിദ്യാഭ്യാസം വിഷയമല്ല. ആമേൻ, തടിച്ച നാവ് വിഷയമല്ല. വിക്കനാണോ വിഷയമല്ല. ദൈവത്തിന് പരമേൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുന്നവരെ നോക്കാൻ ഇന്ന് രാത്രിയിലും ദൈവം പറയുന്നു, നിന്നെ പരമേൽപ്പിച്ചത് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിന്നിൽ കൂടെ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, 40 വർഷം മിസ്രയീമിൽ നിന്ന് ഓടിപ്പോയി. എന്തെന്നറിയാമോ ഓടിപ്പോയത്? ഫറവോന്റെ കൊട്ടാരത്തിലെ സകല, ആമേൻ, സ്തോത്രം, ആമേൻ, ആ സകല തന്ത്രങ്ങളും പഠിച്ചു, സകല അഭ്യാസങ്ങളും പഠിച്ചു, സകല വിദ്യകളും ആമേൻ മോശ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു മിസ്രയീമിനെ ഒറ്റ അടിയിൽ കൊന്ന് മണലിൽ താഴ്ത്തി വെച്ചു. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരുത്തൻ കണ്ടു മോശ യവനെ അടിച്ചു കൊല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് രാജാവിന്റെ ചെവിയിലെത്തുമ്പോ മോശയുടെ പ്രാണൻ അല്ലെങ്കിൽ മോശയുടെ തലയെ ഛേദിച്ചു കളയും. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മോശ അവിടെ നിന്ന് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഓടിപ്പോയിട്ട് 40 വർഷം മോശയോട് ദൈവം ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അനീതിയുള്ള ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് നീതിയുള്ള ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ സ്തോത്രം ചെയ്യുന്ന, ഞാൻ മഹത്വപ്പെടുത്തുന്ന, ഞാൻ പാടുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഉണ്മയുള്ളവരെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർ കഴിയും? അങ്ങനെ ഉള്ളവരെ നോക്കി ഇന്ന് രാത്രി സ്വർഗം ചില തുടക്കം കുറിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നിന്റെ സൗന്ദര്യം കണ്ടോ, നിന്റെ വാചാതുര്യം കണ്ടോ, നിന്റെ വിദ്യാഭ്യാസം കണ്ടോ, നിന്റെ കുലം കണ്ടോ, നിന്റെ വർഗം കണ്ടോ, നിന്റെ നിറം കണ്ടോ? ഒന്നുമല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് മോശേ, നിന്റെ വിശ്വാസത കണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി 40 വർഷം സംസാരിക്കാത്ത ദൈവം തന്റെ 80-ാമത്തെ വയസ്സിൽ ഹോരേബിൽ പ്രത്യക്ഷനായി. അപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ നല്ല വയസ്സനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല വയസ്സനായി ഒരു വടിയെല്ലാം ഊന്നി അവൻ ഹോരേബിൽ ആടുകളുമായി നിൽക്കുമ്പോൾ 300 എണ്ണത്തെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹോരേബിൽ മുൾപ്പടപ്പിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായിട്ട് ഒറ്റ വിളി, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ആ ചെരുപ്പിനെ ഊരിക്കളക. പ്രൈസ് ദി ലോർഡ്. അടുത്ത ശബ്ദം, അടുത്ത കോളിംഗ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 300 വിട്ടാൽ 3000 തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ 300 വിശ്വസ്തനാ. പക്ഷേ നിനക്ക് 300 വിശ്വസ്തനായതുകൊണ്ട് നിനക്ക് ഞാൻ 3000 തരും. നീ 3000 വിശ്വസ്തനായാൽ നിനക്ക് ഞാൻ 30 ലക്ഷത്തെ തരും. ആ ദൂതന്റെ ആഴം കണ്ടോ? ഇന്ന് രാത്രി വിശ്വസ്തന്മാരെ തേടി ഇതിനകത്തൊരു ദൈവം സഞ്ചരിക്കുന്നുണ്ട്. ഈ വിശ്വസ്തന്മാരെ തേടി ചിലരൊക്കെ ഏൽപ്പിക്കാൻ ദൈവം ഇതിനകത്ത് ചിലരെ തന്നിട്ടുണ്ട്, ചിലരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ആമേൻ. 300 പേരെ കണ്ട് ഇറങ്ങി ചെന്ന് മുൾപ്പടപ്പിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായ വൈടകരകതുരി ആ ദൈവം അടുത്തൊരു ശബ്ദം കേട്ടു, നീ 300 വിട്. ഇന്ന് രാത്രി നിന്റെ ഇരിക്കുന്ന അല്പത്തിൽ നീ വിശ്വസ്തനായതുകൊണ്ട് അധികത്തിൽ നിന്നെ വിചാരയിലാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, 300 വിട്ടോ മോശേ, 3000 തരാം. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, 3000 വിട്ടോ, നിനക്ക് 30 ലക്ഷത്തെ തരാം. സ്തോത്രം, സ്തോത്രം. മോശയെ കൊണ്ട് അടിമകളെ വിടുവിക്കാൻ കഴിയും.
ഇന്ന് രാത്രി നിന്നിൽ കൂടെ മാത്രമേ നിന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവഭക്തന്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന രണ്ടുപേരാണെങ്കിലും നിങ്ങൾ വിശ്വസതയോടെ അവർക്ക് 10,000 ദൂത് കൊടുത്താൽ അടുത്ത് ഏൽപ്പിക്കുന്നത് 2 പേരെയല്ല 2,000 ആയിരിക്കും. അതിൽ നീ വിശ്വസ്തനായിരുന്നാൽ ആ 2,000 അല്ല 2 ലക്ഷത്തെ ഏൽപ്പിക്കും. അതിൽ നീ വിശ്വസ്തനായിരുന്നാൽ 2 ഗുണം 10 10 ലക്ഷത്തെ അല്ല 20 ലക്ഷത്തെ ഏൽപ്പിക്കും. അതാ നമ്മുടെ ദൈവം. കേട്ടോ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു മോശെ, അതുകൊണ്ട് നിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ടിരിക്കുകയാണ്. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ വിശ്വസ്തനാണെന്ന് വേറെ ആരെക്കാളും എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെ നിന്ദിച്ച പട്ടണത്തിൽ നീ രാജാവായി മാറാൻ ദൈവം നിനക്ക് കൃപ തരും. ഹല്ലേലൂയ. എന്നും ചവിട്ടിത്തേക്കാൻ ദൈവം നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാ. 2 ദീർഘക്ഷമയുള്ള ദൈവമാ. നിന്നെ ചവിട്ടിയവരെ ദൈവം ഉടനടിയൊന്നും തൊടത്തില്ല. ആമേൻ. നിന്നെ ചവിട്ടിയവരെ ദൈവം ഉടനടി തൊടത്തില്ല. നിന്റെ അനുഗ്രഹം കണ്ട് അവരെ ചെവിട്ടത്ത് അവരടിക്കും. ഇങ്ങനെ അടിക്കും. അയ്യോ, ഞാൻ പറയണ്ടായിരുന്നു, ഞാൻ അത് പറയണ്ടായിരുന്നു. ഞാനും എന്റെ തലമുറയെ പ്രാപിക്കേണ്ടത് ഇപ്പോൾ അവൻ പ്രാപിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പ്രാപിക്കേണ്ടത് ഇപ്പോൾ അവർ പ്രാപിച്ചു കൊണ്ടുപോകുന്നു. കാരണം വചനം പറയുന്നു, അവർ അവന്റെ ചെവിട്ടത്തടിക്കുമെന്ന. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ അനുഗ്രഹം കാണുമ്പോൾ ആമേ സ്തോത്രം, അവർ തമ്മിൽ ആലോചിക്കും. ഞാൻ അന്ന് പറയണ്ടായിരുന്നു, ഞാൻ അന്ന് ചെയ്യണ്ടായിരുന്നു. ഇന്ന് നിന്റെ മുൻപിൽ അന്ന് നീ കരഞ്ഞ കണ്ണുനീർ തുള്ളികൾക്ക് മറുപടി നീ കാണുന്നില്ലേ? ഇതിനകത്ത് തിരിപ്പോട് ചിലർ കണ്ടോണ്ടിരിക്കുക. എനിക്കിന്ന് രാത്രി പറയാൻ കഴിയും, ദൈവദാസനെ, അന്ന് നിന്നെ കൊച്ചാക്കിയവരുടെ മുൻപിൽ ഇന്ന് നീ രാജാവാ. ഇന്ന് നിന്നോട് അവര് പ്രാർത്ഥന ചോദിക്കുകയാ, പ്രാർത്ഥന അപേക്ഷിക്കുകയാ. അതിന്റെ കാര്യം നീ വിശ്വസ്തനായി ഈ വേദപുസ്തകം എടുത്തത് കൊണ്ട് നിന്നെ പരാജയപ്പെടുത്തുന്ന നടുവിൽ നിന്നെ രാജാവാക്കി നടത്താൻ എന്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പറയാൻ കഴിയും, പറയുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. കേട്ടോ, ഇന്നേക്കൊരു 10-20 വർഷം 22 വർഷം മുമ്പെന്ന് തോന്നുന്നു, ആമേ ബിന്ദു സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്യ്, മുകളിലുള്ള വീട് വിറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇത് തരാന്ന് പറഞ്ഞു. സ്വത്രം. ഇന്ന് അവരെ കുടുംബത്തിൽ അത് നടക്കുന്ന സംഭവങ്ങളെ ഓർത്താൽ വർണ്ണിക്കാൻ നാവ് പോരാ. ഹല്ലേലൂയ. ഒന്നിന് സ്വസ്ഥതയില്ലാതെ പറയുന്ന കാര്യം മനസ്സിലായോ? അന്ന് നിറകണ്ണുകളോടെ കരയാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവവൈതലേ, അവിടെ ഇന്ന് വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ രാജാവായി അവരുടെ മുൻപിൽ അവർ പോലും സ്വതന്ത്ര സഞ്ചരിക്കാത്ത വാഹനങ്ങളിൽ ദൈവം നിന്നെ അയക്കും. എന്താ വിചാരിച്ച എന്റെ ദൈവത്തെ പറ്റി? മോശ വിശ്വസ്തനായിരുന്നു. അജോസഫ് പാസ്റ്ററെ, മോശ വിശ്വസ്തനായിരുന്നു. നിങ്ങൾ വിശ്വസ്തനായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പാപസ്തോത്രം അനുഭവിക്കുന്ന ഈ ടെൻഷനെ നിങ്ങൾ ഓവർകം ചെയ്യണം. കേട്ടോ, ഓവർകം ചെയ്യണം. കേട്ടോ, ഇന്ന് രാത്രി ഓവർകം ചെയ്യണം. എന്തോ ഇതിനകത്ത് ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി പറയുന്നു. ഇതിനകത്ത് ദൈവത്തിന് ചില കുടുംബങ്ങളെ ദൈവം പുറത്തെടുക്കുക. നീ വിശ്വസ്തനായതുകൊണ്ട് 2000-ൽ നീ വിശ്വസ്തനായതുകൊണ്ട് 2025-ൽ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യും. ശമനമരകതനാകന. വർഷം 24 കഴിയട്ടെ, ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റുമോ അഭിഷേകത്തിനെ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തിനെ പ്രാർത്ഥിച്ചോ അഭിഷേകത്തിനെ. ഹോരേബിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ, മുൾപ്പടപ്പിൽ ഇപ്പോ നിങ്ങൾ നിൽക്കുന്നത് മുള്ളേല, അത് ദൈവത്തിന് അറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആലോചന കൈമാറട്ടെ. മോശ വിശ്വസ്തനായതുപോലെ വിശ്വസ്തനായതുകൊണ്ട് തമ്പുരാൻ ഈ 2025 ചില പോൾസർമാരെന്ന പോലെ ദൈവം നിങ്ങളെ തേടി വരത്തക്ക തലത്തിൽ ഇതുവരെ നിങ്ങൾ സംസാരിക്കാത്ത പലരുടെയും നടുവിൽ ദൈവം ഒരു യോദ്ധാവിനെ പോലെ ഈ വർഷത്തിൽ തെക്കോട്ടും വടക്കോട്ടും ദൈവം നിങ്ങളെ പരപ്പിക്കും. ഹല്ലേലൂയ.
ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അങ്ങനെ തന്നെ പറയുന്നു. കഴിഞ്ഞ നാളുകളില് പറഞ്ഞ ദൂതുകൾ, അത് എഴുതി വെച്ച ഡയറികൾ ചിലപ്പോ പൊടി കയറിയിട്ടുണ്ടാകാം. പക്ഷെ പൊടിയും തട്ടി പുറത്തെടുത്തോ. ഇവിടെ പറയുന്നു ഹോരേബിൽ അതെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം പറയുന്നു, നീ 300 വിട്ടോ, ഞാൻ 3000 തരാം. 3000 വിട്ടോ, 30 ലക്ഷത്തെ തരാം. എന്റെ ദൈവം ആരാ? അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അവർ പേര് പറഞ്ഞ് കളിയാക്കുമ്പോ അവരുടെ മുൻപിൽ കൂടെ രാജാവാക്കി നടത്താൻ എന്റെ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷേകനെ ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 3, 4, 5 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാമോ? വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നിരിക്കാമോ? അവിടെ എന്താ വായിച്ചെന്നറിയോ? വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഒന്ന് വായിച്ച ആ വാക്യം എടുത്തെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം 3, 4, 5 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പലതും വെളിപ്പെടാതിരിക്കുന്നത്, പൂർവ്വകാലത്തിൽ മറവായിരിക്കുന്നത് 2025 എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ വാക്യം പറയുന്നു. അത് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടായി പരിണമിക്കുന്ന ഒരു നവീകരണത്തിന്റെ ശുശ്രൂഷ 2025 ദൈവം പരമേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പറയാൻ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Amen. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി തിരിക്കുന്ന ചിലരുടെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വാക്കുകള് മൂർച്ചയുള്ള അസ്ത്രം പോലെ ശത്രുവിന്റെ പടക്കളത്തിൽ ഒരായുധമായി അവർ കാണെ അത് പ്രൈസ് ദി ലോർഡ് ഇറങ്ങിച്ചെന്ന് വെട്ടുവാൻ അവർ പറയുന്ന ഒരു വാക്കിതാണ്. മറ്റാരുമല്ല കേട്ടോ, ഇത് ഇസ്രായേലിന്റെ വാള. സ്തോത്രം. ഇത് ഇസ്രായേലിന്റെ വാള. സ്തോത്രം. ഹല്ലേലൂയ. പ്രസിദ്ധ സിസ്റ്റർ നോക്കി ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 20 മുതൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ സ്തോത്രം 24 അത് അവസാനിച്ചിട്ടില്ല. 25 ഒരു ദൈവം പറയുന്നു, ഇതുവരെ സഞ്ചരിക്കാത്ത വാഹനങ്ങളിൽ ദൈവം നിങ്ങളെ സഞ്ചരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തോ. 25 ദൈവാത്മാവ് പറയുന്നു, തലമുറകൾ അടക്കം ദൈവാത്മാവ് ഹല്ലേലൂയ ചില വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് സ്വീകരിപ്പാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിച്ചു. ദൈവം പറയുന്നു 25 ഞാൻ നിന്നെ മാനിക്കാനിരിക്കുന്നത് ഒരു കണ്ണ് കാണാത്തത്, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരുവന്റെ ബുദ്ധിക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന വർഷമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്വീകരിപ്പാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ഇതുവരെ ആരും കാണാത്തതായ ചോദിച്ചതിലേക്ക് ദൈവം തുറന്നു തരുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഹല്ലേലൂയ. അതാ ഇവിടെ നമ്മൾ വായിച്ചില്ലേ, അവിടെ ആരായിരുന്നു അറിയാമോ? മോശ തന്റെ ഗൃഹത്തിലെല്ലാം അവൻ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട് ദൈവവൈതലേ. ആമേൻ. എവിടെയെല്ലാം നാം വിശ്വസ്തരെ കടന്നു വരുമോ, എവിടെയെല്ലാം നമ്മൾ വിശ്വസ്തയോടെ കടന്നു വരുമോ, അവിടെ എല്ലാം ദൈവം നമ്മെ മാനിക്കും. അതാണ് ഇവിടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം നമ്മൾ വായിച്ചത് സ്തോത്രം 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. യേശുവിന് നിയമിച്ചാക്കിയത് ആരാ? പിതാവായ ദൈവം. പിതാവായ ദൈവം പറയാതെ യേശു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം. മത്തായി 1 മുതൽ പഠിക്കുമ്പോ വെളിപ്പാട് വരെ വരുമ്പോ
അവൻ കർത്താവ് പിതാവായ ദൈവം പറയാത്ത ഒരു വാക്ക് പോലും കർത്താവിന്റെ വായിൽ നിന്ന് വീണിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ കാനാവിലെ കല്യാണ വീട് വരെ അവിടെ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. തീർന്നില്ല. അവൻ ബെഥാനിയയിൽ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ യേശു മുട്ടുമടയിൽ കരഞ്ഞു, പിതാവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നു. അവിടെ പറഞ്ഞൊരു വാക്കറിയാമോ? എന്താ പറഞ്ഞത്? ആമേൻ, നീ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശബ്ദത്തിൽ നീ വിശ്വസിച്ചാൽ സ്ത്രീയെ നീ ദൈവമഹത്വം കാണും. നീ വിശ്വസിക്കണം. ആമേൻ. എല്ലാരും കൂടി നിൽക്കുക. ബെഥാനിയയിൽ മൊത്തം പേരും കൂടി നിൽക്കുക. എന്താ? അവിടെ നാറ്റം ഭവിച്ചു. സ്തോത്രം. മരിച്ചു. 4 ദിവസമായി ഡെഡ് ബോഡി കല്ലറയിലിരിക്കുക. ആമേൻ. ലൂക്കാ 11-ാം അധ്യായം പറയുന്നു, അവ കല്ലറയിലിരിക്കുക. കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഹല്ലേലൂയ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അവിടെ പരീശന്മാരുണ്ട്. ആമേൻ സ്തോത്രം. ശാസ്ത്രിമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ആമേ സ്തോത്രം. ഒത്തിരി പണ്ഡിതന്മാരും ഒത്തിരി അറിവുള്ളവരും ഒക്കെ ചുട്ടകോഴിയെ പറപ്പിക്കുന്നവരെല്ലാം അവിടെ നിൽക്കുമ്പോ യേശുവിന്റെ ചെവിയിൽ ശബ്ദം കേട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്ക് ദൈവമൈതലേ, ഇന്ന് രാത്രി ഹല്ലേലൂയ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം. എന്താ കർത്താവ് 3-ാം ദിവസം വരാത്തെന്നറിയാമോ? ഹല്ലേലൂയ. യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഒരു യഹൂദ പാരമ്പര്യത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവനെ അടക്കം ചെയ്യുന്ന കല്ലറയ്ക്ക് ചുറ്റും അവന്റെ ആത്മാവ് ഇങ്ങനെ സഞ്ചരിക്കും. ഈ 3 ദിവസത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ കല്ലറയ്ക്കകത്ത് മനുഷ്യൻ ജീവൻ പ്രാപിച്ച് പുറത്തു വരും. ആമേൻ സ്തോത്രം. പക്ഷേ അവരെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് 4-ാമത്തെ ദിവസം യേശു കല്ലറയ്ക്കൽ ചെന്നു. ആമേൻ. അവിടെ വലിയൊരു പരിഹാസം, ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. യേശു വന്നാ ഇപ്പോ ജീവനോടെ പുറത്തെടുക്കും. നമുക്ക് കാണാം. വെല്ലുവിളിയാണ് ഇന്ന് രാത്രി. ആമേൻ. നാറ്റം വച്ചിരിക്കുന്നതിനെ പുറത്തെടുക്കാൻ എന്റെ കർത്താവും നാറ്റത്തോടെ അല്ല പുറത്തെടുക്കുന്നേ. ദൈവമേ, നിന്നെ പുറത്തെടുക്കുമ്പോ തമ്പുരാന് കഴിയും. കടലാനയുടെ വയറ്റിൽ നിന്ന് 3-ാമത്തെ ദിവസം യോന എന്ന പ്രവാചകനെ നിലവേൽക്കാർ കണ്ടപ്പോൾ അവന്റെ ശരീരത്തിനകത്ത് ആ കടലാനയ്ക്കകത്തുള്ള ഒരു അവശിഷ്ടവും അവന്റെ ശരീരത്തിലില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്റെ ഭാവനയിൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു ഭാവന, ഒരു ചിന്ത വരുന്നു. അവൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിനെക്കാളും ആ സുഗന്ധത്തെക്കാളും വെറൈറ്റി ആയ ഒരു സുഗന്ധം ആ കടലാനയുടെ വയറ്റിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ സ്തോത്രം ആ നിലവേൽക്കാർ കണ്ടപ്പോൾ അവർക്കത് അനുഭവിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ കാണാത്ത ചില മേഖലയിൽ കൂടെ നിന്റെ കുടുംബത്തെ നടത്തുവാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് എന്താ വേണ്ടെന്നറിയാമോ? വിശ്വസ്തൻ. ആമേൻ. എല്ലാ ഭവനത്തിലും യേശു പോകും. എല്ലായിടത്തും നമ്മൾ യേശു കഴിച്ചതായിട്ടൊന്നും വേദോസ്തി പറയുന്നില്ല. പക്ഷെ ബെഥാനിയയിൽ പോകുമ്പോൾ അവിടെ ഒന്ന് ഇരിക്കും. ആമേൻ. അവിടെ ഒന്ന് ഇരുന്ന് ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വച്ച് അവര് വിളമ്പുന്ന ആഹാരമെല്ലാം ഒന്ന് കഴിച്ച് ഹല്ലേലൂയ ഒന്ന് തൃപ്തി പ്രാപിച്ച് അവിടെ നിന്ന് പോകുന്നത് പതിവായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി ആ പതിവ് തെറ്റിക്കണ്ട. 4-ാം ദിവസം യേശു വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ചിലത് നാറ്റം വെച്ച അനുഭവങ്ങളെ അതേപോലെ പുറത്തെടുക്കാനല്ല യേശു വരുന്നേ. ഇതുവരെ ലോകം കാണാത്ത, ഇതുവരെ ആരും കാണാത്തത് ഒരത്ഭുതം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് പറഞ്ഞത് അവിടെ നിവർത്തിക്കാൻ സകല അധികാരത്തോടും അവിടെ ഒരുത്തൻ പ്രത്യക്ഷമായി. ആമേൻ. പിതാവിന്റെ ശബ്ദം കേട്ട് അല്ലാതെ
പുത്രൻ ഒന്നും സ്വതേ ചെയ്തിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചവരാ. ആമേ സ്തോത്ര. ഒരു ശത്രുവിനെ കുത്താൻ എല്ലാ ദിവസവും ദൈവം ഇട്ടുകൊടുക്കത്തില്ല, ചവിട്ടാൻ ഇട്ടുകൊടുക്കത്തില്ല. ഒരു നാൾ അവൻ പുറത്തു വരും, അവന് കുടുംബവും പുറത്തു വരുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇതുവരെ കാണാത്തതായ വലിയ ചിറകളുമായി, ദിശയിലുമായി, ചില വെറൈറ്റിയായി തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മാർത്തയോടും മറിയയോടും ഒത്തിരി അപവാദങ്ങൾ പറഞ്ഞു. നീ പ്രാർത്ഥിക്കല്ലേ, എന്ത് കിട്ടി? കണ്ടോ, അവനും മരിച്ചു. ഇനി ആരും വരത്തില്ല, യേശുവും വരത്തില്ല. ഇനി ആരെ നീ പ്രതീക്ഷിക്കണ്ട, എല്ലാം അസ്തമിച്ചു. ഇനി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നൊരു ചിന്ത പരീശന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് അവിടെ ഇറങ്ങി വന്നു ഇന്ന് രാത്രി. ആമേൻ. ബെഥാനിയയിൽ യേശു ഇറങ്ങി വന്നപ്പോ മാർത്ത മാറത്തടിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമൈതലേ, നിഴലോ കാണുന്നില്ല, പൊരുളോ കാണുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി യേശു പറയുന്നു, നീ വിശ്വസിച്ചാൽ, ഈ പുസ്തകത്തിൽ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം 2025 കഴിയും മുൻപേ നിന്റെ തലമുറയിൽ കാണും, നിന്റെ കുടുംബത്തിൽ കാണും, നിന്റെ സഹോദരനിൽ അത് കാണും. ഹല്ലേലൂയ. അവൾ ലെവലേശം ഒരു പ്രയാസവും കൂടാതെ സകലത്തെയും വിശ്വസിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, കല്ലറയുടെ മുൻപിൽ യേശു ചെന്നപ്പോ ദുർഗന്ധം. ഹല്ലേലൂയ. എല്ലാവരും മൂക്കത്ത് തുണിയും വച്ച് നിൽക്കുകയാ. ഹല്ലേലൂയ. ജീവനുള്ളവരുടെ മൂക്കിലെല്ലാം തുണി വച്ചിരിക്കുക. സാധാ ചെവിയിലാ തുണി വെക്കുന്നേ, ഇത് മൂക്കത്താ തുണി വച്ചിരിക്കുന്നേ. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. അകത്തുനിന്ന് ദുർഗന്ധം വമിച്ചു വരികയാ, നാറ്റം വച്ചിരിക്കുകയാ. അതെ, ആ കല്ലറയ്ക്കകത്തു നിന്ന് ആമേ സ്തോത്രം, ഹല്ലേലൂയ, എന്തൊക്കെയോ വെളിയിലോട്ട് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ഭയങ്കര ദുർഗന്ധമാണ്. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല, തുണിയിൽ പോലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ യേശു കല്ലറയുടെ മുമ്പിൽ മുട്ടുകുത്തി. ഇന്ന് രാത്രി ആമേ മാർത്തയെ, മറിയേ, നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകുകയാ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും ആയിരങ്ങൾ ഇല്ലെങ്കിലും നീ വിശ്വസിക്ക, ഇത് നിനക്കുള്ള മീറ്റിംഗാ. ഉടമനരകത ശംഭവരാജകൽക്കനാദിൽ യേശു മുട്ടുമടക്കിൽ ഒറ്റ വിളി വിളിച്ചു, ലാസറേ പുറത്തു വാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, ആമേ കർത്താവിന്റെ വീട്ടിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. ചിലതിനെ അടച്ച് മുദ്ര വച്ചതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ സാമ്പത്തിക മേഖലകളെ, ആമേ സ്തോത്രം, നിന്റെ പ്രൊട്ടക്ഷനെ മുദ്ര വച്ചിരിക്കുന്നതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, ചില കല്ലറയുടെ വാതിലുകളെ പൊളിക്കാൻ അധികാരം പ്രാപിച്ച ഒരുത്തൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനുള്ള ഒരുത്തൻ അതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഇരിക്കുന്ന ദൈവകുഞ്ഞെ നിന്നോട് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ചിലർ അടഞ്ഞിരിക്കുന്ന പലതും ഇന്ന് രാത്രി പുറത്തു വരാൻ പോവുകയാ. ലാസർ പുറത്തു വന്നു. ആമേൻ. ആദ്യത്തെ യേശുവിന്റെ ശബ്ദം, ആമേൻ, ഇവന്റെ കയ്യിലെ കെട്ടും കാലിലെ കെട്ടും അഴിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അന്ന് മുതലാണ് മരിച്ച് അടക്കത്തിന് ചെയ്യുന്ന സമയത്ത് കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ, കുഴിക്കരയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞതിന് ശേഷം അതുവരെ കയ്യിലും വിരൽ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതും കാലിലെ പെരുവിരൽ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതുമായ ആമേ തലയോട്ടിയിലെ കെട്ടും മൂക്കിലെ പഞ്ഞിയും എല്ലാം അവിടെ വച്ച് അഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേക ഡെഡ് ബോഡികളെ കുഴിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇന്ന് എനിക്ക് പറയാൻ കഴിയും, ഇന്ന് ഹല്ലേലൂയ ശവക്കുഴിയുടെ കരയ്ക്കകത്ത് വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ കൈയുടെ കെട്ടും കാലിന്റെ കെട്ടും ആമേ തലയുടെ കെട്ടും മൂക്കിലെ പഞ്ഞിയും മാറ്റിയ ശേഷമാണ് ആമേ പെട്ടി കവറാക്കി അതിനെ കൊളുത്തിട്ട് ആമേ 3 കയറുകളാൽ 6 പേരും കൂടെ പെട്ടിയെ കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കുന്നത്. എന്നാൽ ഇത് ഇറക്കി വെച്ച കുഴിയല്ല, ഇത് കല്ലറയിൽ വെട്ടി തീർത്ത ആമേ ഭൂമിക്ക് മുകളിലുള്ള കല്ലറയായത്.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ പുറത്തു വന്നപ്പോൾ കെട്ടിനെ അഴിച്ചുവിട്ടു. അവന് വിശപ്പ് കാണും, ആഹാരം കൊടുക്കുക. ഇന്ന് രാത്രി അവൻ വിശ്വസ്തനായിരിക്കുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ദൈവകുഞ്ഞ്, നിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കേണ്ട പല കുതന്ത്രങ്ങളെയും എന്റെ സ്വർഗം അബദ്ധമാക്കിയിട്ട് വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവ് സർവശക്തൻ. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, മോശ വിശ്വസ്തനാ. അവൻ വിശ്വസ്തനായിരുന്നു. അതാണ് മോശയോട് ദൈവം പറഞ്ഞു, ഒരു ദൂത് ഞാൻ പറയാം. മോശയോട് ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. മോശ പറഞ്ഞു, ഞാൻ പോകത്തില്ല. അവൻ ആ മരുഭൂമിയിൽ മുഴങ്കാലിൽ നിന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കൊരിക്കലും തിരുത്തത്തില്ല. ഊവെന്നും ഇല്ല ഇല്ലെന്നുമാ. ഒരു ദൂത് ഞാൻ ഗീതു സിസ്റ്ററെ, നിങ്ങളുടെ കുടുംബത്തോടൊരു ദൂത് ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമനപരകതന വൈഡകരാജകൾക്കനാദി എന്ന രാത്രി ദൂത് പറയാം. സ്തോത്രം. പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മോശ പറഞ്ഞ പോകത്തില്ല എന്ന് പറഞ്ഞ മുഴങ്കാൽ മടക്കിയപ്പോൾ അടുത്തൊരു ദൂത് ദൈവാത്മാവ് തരുകയാ. ആമേൻ. മോശ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, മോശേ, ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കർത്താവ് വാക്ക് മാറ്റത്തില്ല. ഞാൻ നിന്റെ കൂടെ വരാം. ഓ ഹല്ലേലൂയ. മോശയ്ക്കറിയാം എന്റെ മുമ്പിൽ ചെങ്കടല, എന്റെ പിമ്പിൽ നിൽക്കുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു വലിയ വൈരികളാ. ശമന രഗതന ശംബരെ വൈഡകരാജകൾക്കനാ. എന്ന രാത്രി മറന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം വരെ വാക്ക് മാറ്റിയതെന്നറിയാമോ? മുഴങ്കാല പ്രാർത്ഥനയാ. നിങ്ങൾ മുഴങ്കാലിൽ പ്രാർത്ഥിക്കൂ. ദൈവം പല വാക്കുകളും മാറ്റാൻ വകയാ. നിന്റെ കുടുംബത്തോട് പ്രവർത്തിക്കാൻ വകയാ. ചെങ്കടൽ പോലെ നിൽക്കുന്ന കടലുകളെ ഉണർന്നു മാറ്റുമെങ്കിലോ ഇന്ന് രാത്രി വാക്ക് മാറ്റുന്ന ദൈവം മുഴങ്കാലിലെ പ്രാർത്ഥനയിൽ വാക്ക് മാറ്റിട്ട് പറഞ്ഞു, മോശേ, ഞാൻ വരാം നിന്റെ കൂടെ, നിന്റെ കൂടെ ഞാൻ വരാ. ദിനേശ് ബ്രദറെ, നിന്റെ കൂടെ ഞാൻ വരാ എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. 2025 പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. അനേക അപകടങ്ങളിൽ 2023 തകർക്കാൻ നോക്കി, 24 ഉടയ്ക്കാൻ നോക്കി. പക്ഷെ 25 ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ വരാ. ശമനാരകനാദി അമ്പൽപ്രൗഢപരക്ഷം, ഞാൻ നിന്റെ കൂടെ വരായിരുന്ന രാത്രി വാമേ പറയാൻ പറ്റൂ, ദൈവമേ, നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങ, ദൈവമേ, നീ എന്റെ കൂടെ വരണം, നീ എന്റെ കൂടെ വരണം. ഞാൻ സഞ്ചരിക്കുന്ന പാതയില നീ എന്റെ കൂടെ ഉണ്ടാകണം. നീ ഉണ്ടായാലേ എനിക്ക് പോകാൻ കഴിയൂ, അല്ലാതെ പോകാൻ കഴിയില്ല. കർത്താവേ, എനിക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഏകനാണ്. ഓ, ഞങ്ങളെ സഹായിപ്പോൾ ആരുമില്ല, നീ അല്ലാതെ. ഇരിക്കുന്ന ദൈവസന്നിധിയില്ല, ഇരിക്കുന്ന ദൈവസന്നിധി സമയമെടുത്ത് ഇരിക്കുന്ന ദൈവസന്നിധി ഉപവാസമാണ്. പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്ക്. ഹല്ലേലൂയ. ഒരു മാസത്തിൽ ഒരു ദിവസം എന്ന പോലെ, സ്തോത്രം, 3 മാസം ദൈവസന്നിധിയിൽ ഒരു മാസം ഒരു ദിവസം എന്ന പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്ക കുടുംബമായിട്ട് ഉപവാസത്തോടെ ഇരിക്കുക. ഒരു മാസത്തിൽ ഒരു ദിവസം, 3 മാസം ഉപവസിക്കും, 3 ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ചില വഴികൾ തുറക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ, ആമേൻ. നോ, മോശ എന്ന് പറഞ്ഞപ്പോ മോശ പറഞ്ഞു, ഇല്ല, ഞാനും പറയുന്നു നോ, ഇവിടുന്ന് ചലിക്കത്തില്ല. വേദപുസ്തകം പറയുന്നു ദൈവം ദൈവത്തിന്റെ വാക്ക് മാറ്റിയത് പ്രാർത്ഥനയില. ഗിരീഷ് ബ്രദറെ, പ്രാർത്ഥനയില, നിങ്ങളുടെ പ്രാർത്ഥനയില ചില വാക്കുകൾ ദൈവം മാറ്റാൻ പോകുകയാ. നിങ്ങളുടെ പേര് തിരുത്തെഴുതാൻ പോകുകയാ. നിങ്ങളുടെ പേര്, കുടുംബത്തിന്റെ പേര് തിരുത്തെഴുതാൻ പോകുകയാ. മോശയുടെ മുൻപിൽ ദൈവം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ മോശ ആ മരുഭൂമിയിൽ മുഴങ്കാൽ മടക്കി. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കിയ മോശയുടെ മുഖത്ത് നോക്കി കർത്താവ് പറയുന്നു, യെസ്, ഐ ആം റെഡി, ഐ ആം റെഡി. നിന്റെ കൂടെ ഞാൻ വരും. ഇന്ന് രാത്രി കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കൂടെ കൂട്ടിക്കും. സ്തോത്രം.
കൂടെ നടക്കുന്ന ദൈവത്തെ കൂടെ കൂട്ടിക്കോ. ഹല്ലേലൂയ. കൂടെ നടക്കാം, കൂടെ വരാം, കൂടെ ഇരിക്കാം. നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ദൈവത്തെ കൂടെ കൂട്ടിക്കോ. അതുകൊണ്ട് ഈ വേദപുസ്തകത്തെ മുറുകെ പിടിച്ചോ, നെഞ്ചോട് ചേർത്ത് വെച്ച് പറ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ മൈനസാ. ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യനാ മോശ. തടിച്ച നാവുള്ളവനാ. എനിക്ക് പറ്റില്ല, ആമേൻ, എനിക്ക് പ്രസംഗം കഴിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, എനിക്ക് വായിക്കാൻ കഴിയത്തില്ല, എനിക്ക് ഗ്രഹിപ്പാൻ കഴിയത്തില്ല, ഞാൻ ആമേൻ ബാല്യത്തിലെ ഒരു കുറവുള്ളവനാ. ഇന്ന് രാത്രി മനുഷ്യന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പറ. ഞാൻ പറയും ഇല്ല എന്ന് പറയും. നിങ്ങൾ പറയും നോ പാസ്റ്റർ ഇല്ല. ഞാൻ പറയും ഇല്ല, നിന്നെ കൊണ്ട് കഴിയും. രണ്ട് കൈയും ഇല്ലാത്ത ഒരു കർത്താവിന്റെ പൈതൽ, അവൾ കാർ ഓട്ടിച്ച് ലൈസൻസ് എടുത്ത് അറിഞ്ഞോ? രണ്ട് കൈയില്ലാത്ത ഒരു ദൈവ പൈതൽ കാർ ഓട്ടിച്ച് ലൈസൻസ് എടുത്തത് നിങ്ങൾ അറിഞ്ഞോ? ലോക ചരിത്രത്തിൽ ആദ്യത്തെ ധീരവനിത. 22 വയസ്സായ കുട്ടി, രണ്ട് കാലില്ലാത്തവള്. ആമേൻ, ഹല്ലേലൂയ. എല്ലാം നിയമപ്രകാരവും എല്ലാ നിയമവും എല്ലാ മാനദണ്ഡവും പാലിച്ചുകൊണ്ട് അവൾ വെഹിക്കിൾ ടെസ്റ്റ് പാസ്സായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കഴിയില്ലേ? കഴിയില്ല ജിനീഷ് പറഞ്ഞത്, കഴിയില്ലേ? കഴിയും, ഉറപ്പായിട്ട് കഴിയും. ആ കരമുയർത്ത് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. കഴിയും. ആമേൻ. ആയിരക്കണക്കിന് സാക്ഷ്യം എനിക്ക് പറയാനുണ്ടെന്ന് രാത്രി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, മനുഷ്യന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ദൈവത്തോട് കൊടുക്കും. കഴിയാത്തതുണ്ടെങ്കിൽ ആമേൻ, നോ എന്ന് പറഞ്ഞ ദൈവത്തെ യെസ് എന്ന് പറയിക്കാൻ, ഐ ആം റെഡി എന്ന് പറയിക്കാൻ മോശയുടെ 2 കാൽമുട്ടുകളും ആ മരുഭൂമിയിലേക്ക് പതിഞ്ഞപ്പോൾ ദൈവം പറയുക, ഞാൻ കൂടെ വരാം. 1000 യോദ്ധാക്കളെക്കാളും യേശു കൂടെ ഉണ്ടെങ്കിൽ, യഹോവയായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ഏത് ചെങ്കടലും ഇന്ന് രാത്രി തുറന്നു മാറും. ഏത് ചെങ്കടലും ഇന്ന് രാത്രി തുറന്നു മാറും. ദൈവാത്മ പറയുന്നു, ഏത് ചെങ്കടലും അഭിഷേകത്തിന്റെ മുൻപിൽ തുറന്നു മാറും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ തുറന്നു മാറാത്തത് വേറെ ആരും മുമ്പിൽ തുറന്നു മാറും. യെസ് എന്ന് പറയാൻ ദൈവം റെഡിയായി നിൽക്കുമ്പോ പറ, കർത്താവേ, നീ എന്റെ കൂടെ വരാതെ എനിക്ക് കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന രാത്രി തമ്പുരാൻ ഇതിനകത്ത് ഇരിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ വാലല്ല താലയാക്കാൻ അവന് കഴിയുമെന്ന് പറഞ്ഞാൽ, മോശെ നീ വാലിൽ പിടിക്കണ്ട എന്നല്ല പറഞ്ഞത്, തലയിൽ പിടിക്കാനല്ല പറഞ്ഞത്. മോശെ നീ വാലിൽ പിടിക്ക. അത് പഴയതുപോലെ നിന്റെ കയ്യിലിരുന്നത് പോലെ ഈ വടി പാമ്പാകുന്ന വടി അത് വടിയായിത്തീരും. ആമേൻ. ദൈവം പറഞ്ഞത് മോശ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമൈതലേ, എത്രത്തോളം വേദനകൾ ജീവിതത്തിൽ കടന്നു വരുമോ, ആമേ സ്തോത്ര. അഹരോനും കൂരും കൂടെ ചേർന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു മനുഷ്യനാണ് മോശ. ഹല്ലേലൂയ. കേവലം പ്രൈസ് ദി ലോർഡ് മാറയുടെ മുൻപിൽ വന്നപ്പോൾ എറിയാൻ കല്ലുമായി നിൽക്കിയ മോശ എറിയാൻ. സ്തോത്രം. ഇതിനിടയ്ക്ക് ആരോണ്ടൊക്കെ മോശ എറിഞ്ഞു. ഏറികൊണ്ട് സഹിക്കാൻ വയ്യാതെ ഗോവർ മരത്തിനെ കമ്പുവെട്ടി ദൈവശബ്ദത്താൽ മോശ മാറയിലിട്ടപ്പോൾ മാറയെ തമ്പുരാൻ മധുരമാക്കി. ഏറിക്കൊള്ളുന്നത് വരെ മോശ നിന്നു. കാരണം ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അനീതിയുടെ ദൈവമല്ല, അവൻ നീതിയുടെ ദൈവമാണ്. നീതിമാനായ ദൈവത്തെ, നീതിമാനായ ദൈവത്തെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടെയോ നമുക്ക് ദൈവകൃപ ലഭിക്കാൻ കഴിയില്ല. ദൈവകൃപ ലഭിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? മുഴങ്കാലിൽ നിൽക്കണം. രാവും പകലും സമയം കിട്ടുമ്പോഴൊക്കെ മുട്ടുമേ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എത്ര പേരിനകത്തിരിപ്പുണ്ട്. അവരെ നോക്കി ദൈവം പറയുന്നു,
ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്നലെ നമ്മൾ വായിച്ചു, ദൈവം സദാകാലവും വാദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ വിശ്വസ്തനാണെങ്കിൽ. ഹല്ലേലൂയ. വായിക്കാം, അടുത്തൊരു വാക്യത്തിലേക്ക് ശ്രദ്ധയിട്ടിരിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ പ്രൈസ് ദി ലോർഡ് ആമേൻ സ്തോത്രം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് വായിച്ചത്? വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ? എങ്കിലും എന്റെ പിതാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. എങ്ങനെ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനിൽ കൂടെ. ആമേൻ. 14-ാമത്തെ അധ്യായം നമുക്കറിയാം. ഇത് ആരോട് പറയുന്ന വാക്കെന്നറിയാമോ? ശിഷ്യന്മാരോട് പറയുന്ന വാക്കാ. കരഞ്ഞ് കണ്ണും കലങ്ങി ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറയുക. ആമേൻ. ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ആമേൻ. കലങ്ങിയിരിക്കുന്ന കണ്ണുകളെല്ലാം കലങ്ങി ചുവന്ന് ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറയുക, എനിക്ക് പോയേ പറ്റൂ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയില് കരഞ്ഞിരിക്കുന്ന കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന ജനത്തെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഓക്കെ. എന്നാൽ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരാൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ആമേൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇതെന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ മറന്നുപോയെങ്കിൽ നിന്നെ ഓർമ്മിപ്പിച്ച് നടത്തുവാൻ എന്റെ കർത്താവിന് ഇന്ന് രാത്രി കഴിയും. വായിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 2-3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവന്റെ ആമേൻ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് ആമേൻ അരുളി ചെയ്യുവാനും സാക്ഷ്യം പറയുവാനും. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രിയില് ദൈവം പറയുന്നു, അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. ആമേൻ. വിശ്വസ്തനായിരിക്കണം എല്ലാ മേഖലയിലും. നീ പോലും അറിയാതെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട്. ദൈവ പൈതലേ, ഈ ആലോചന കേട്ടാൽ എത്ര പേർക്ക് ഉറങ്ങാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇത് കേട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഹല്ലേലൂയ അടങ്ങിയിരിക്കാൻ കഴിയും? ആമേൻ. നിന്നെ ഈ 2024 മാനിച്ചത് ഓർത്താൽ, 25 മാനിച്ചത് ഓർത്താൽ എത്ര പേർക്ക് മിണ്ടാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. എന്തെന്നറിയാമോ? ദൈവവും നീയുമായിട്ടുള്ളൊരു ബന്ധത്തിലാ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം കേൾക്കാൻ ചിലപ്പോഴൊന്നും ആമേൻ ഇരിക്കാൻ കഴിയും, നടുവിന്റെ വേദനയായിരിക്കാം, ചിലപ്പോ ആമേൻ ക്ഷീണം കൂടും. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ആമേൻ സ്തോത്രം ആമേൻ ഒന്ന് പോലും കുറയാതെ ചില സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ഷീണവും വരത്തില്ല, ഒരു ഉറക്കവും വരത്തില്ല. അങ്ങനെ വരത്തില്ല. പക്ഷേ ദൈവവചനത്തിന് മുമ്പ് ഇരിക്കുമ്പോ ഉറക്കം വരും. അത് എന്തെന്നറിയാമോ? പിശാചിന്റെ കോട്ടയ്ക്കകത്തായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തി ആലയത്തിനകത്തിരുന്ന് ഉറങ്ങത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. പല രാജ്യത്തും പല പട്ടണത്തും പല ജില്ലയിലുമായിരുന്നു കൊണ്ട് ഇന്ന് രാത്രി അത് ദൈവമൈതലേ നിനക്ക് പുറത്ത് നിന്നെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? നിനക്ക് എങ്ങനെ സ്തോത്രം പറയാതിരിക്കാൻ കഴിയും? ദൈവം നിന്നെ ഉള്ളത് പോലെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ മിണ്ടാതിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ പറയുന്നത് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അതിന്റെ 10-ാമത്തെ വാക്യം, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ പ്രൈസ് ദി ലോർഡ് അറിയാത്തവർ എന്നും ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അവിടെ പറഞ്ഞിരുന്ന പദം ഇതാണ്: മോശയേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മോശയേക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ഉന്നതൻ, എല്ലാത്തേക്കാൾ മേൽത്തരമായ നന്മകളാൽ നിറയ്ക്കുന്നവൻ, നമ്മെ പോറ്റുന്നവൻ, നമ്മെ മാനിക്കുന്നവൻ, നമ്മെ ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചത്, ദൈവം നമ്മെ ഏൽപ്പിച്ചത്, ദൈവം നമ്മെ സ്തോത്രം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് ചില ദൗത്യങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മിൽ കൂടെ നിറവേറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ അപ്പോസ്തലൻ കിടക്കുന്ന ആമേൻ സ്തോത്രം പത്മോസ് ദ്വീപിനകത്ത് നിന്ന് അവൻ കാണുന്ന ഒരു വെളിപ്പാട് കണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? 2:24 വെളിപ്പാട് പുസ്തകം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയതൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. കണ്ടോ? ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് പലതും അവർക്ക് അനുസരിക്കാൻ കഴിയാതെ അവർ പിന്നെയും സാത്താന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയും. ദൈവസഭയുടെ ആലോചനകൾ കേവലമെന്നെണ്ണുമ്പോൾ സാത്താന്യ ശക്തികൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ കർത്താവ് പറയുക, വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട തുയന്താരയിലെ സഭയോട് ദൈവം പറയുക, ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പറയേണ്ടത് നാളുകളുണ്ട് പറയുക. തുയന്താര സഭ എത്ര വർഷമായി രക്ഷിക്കപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ രജിസ്റ്റർ എടുത്ത് വയ്ക്കും. ഇതാ കണ്ടോ, ഇത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്. ആമേൻ. സഭയ്ക്കകത്ത് വല്ലതും ഉണ്ടോന്ന് കേട്ടാ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ആമേൻ. ഒരു കാര്യം എനിക്കൊന്ന് പറയാനുണ്ട്, നീ ഇപ്പൊ സാത്താന്റെ സംഭവത്തിലേക്ക് നീ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ 2-ാമത്തെ അധ്യായം എബ്രായ ലേഖനത്തിൽ പറയുന്നൊരു വാക്ക്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത്, മുൻപേ കേട്ടത് അധികം ശ്രദ്ധയോടെ. Glory to God. Praise the Lord. Hallelujah. Amen. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രിയിൽ കേട്ടത് അധിക ശ്രദ്ധയോടെ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഇങ്ങനെ പറയുന്നു, മോശ അതിശ്രേഷ്ഠനായിരിക്കുന്നു. ഇവിടെ നോക്കിയേ, 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു പറയുന്നു, മക്കൾ ജഡരത്നങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും നമ്മെ പോലെ അവരെ പോലെ ജഡരത്നങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരമായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ജീവപര്യന്ത മരണഭീതിയിൽ ദൈവത്തെ
ദൈവത്തിന്റെ രക്തത്താ വിടുവിച്ച സഭ ഇന്ന് രാത്രി ഇതിനകത്ത് ആമേൻ പറയുമെങ്കില് ആമേൻ. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ സ്തോത്രം, നമ്മുടെ പിന്നിൽ ഒത്തിരി പേരെ കാണാനില്ല. ഹല്ലേലൂയ. ഞാൻ 25 വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ച ഒരു സഹോദരനെ കണ്ടു കഴിഞ്ഞ ദിവസം. ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. എന്നെ വന്ന് പുള്ളി അമർത്തി പിടിച്ചു. പുള്ളി പറയും, നമ്മൾ അമർത്തി പിടിച്ചെങ്കിലും നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന് എന്നെക്കാളും വണ്ണം. ഞാൻ കേട്ട്, പല്ലവി നീ എന്താണ് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്? എനിക്ക് അവനോട് അവൻ മുത്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവൻ എന്നോടും അടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവനോടും അടുക്കാൻ കഴിയുന്നില്ല. എന്നെക്കാളും ഒരു 10 ഇരട്ടി അവനുണ്ട്. ചിരിച്ചോണ്ടിരിക്കണ്ടോ? പൈസലോ ഞങ്ങൾ ഒരുമിച്ച് അമ്മേ പല്ലവിയെ കണ്ടപ്പോ 25 വർഷത്തെ ഒരു പഴക്കം. സ്വോത്രം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷെ കണ്ടപ്പോ എനിക്ക് എവിടെയോ കണ്ടു മറന്നൊരു ഭാഗം. മുഖമെല്ലാം കറക്റ്റാ. അവന്റെ ബോഡി കണ്ടപ്പോ ഇപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ എന്റെ ശരീരം എത്ര ചെറുതാ, എന്നെക്കാളും വലിയവരുണ്ട്. സ്വോത്രം. നല്ലവണ്ണം ശ്രമിച്ചു, ഒന്ന് പിടിച്ചൊന്ന് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അമ്മേൻ. ആമ്പർ നടക്കില്ല ഷാജി, ഇത് നടക്കത്തില്ല. നീ വിചാരിച്ച പറ്റത്തില്ല. നിനക്ക് എന്നെയും മുത്താൻ പറ്റില്ല, എനിക്ക് നിന്നെയും മുത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യ്, ഈ നേർക്ക് നേരെയുള്ള പിടുത്തം വിട്ടോ എന്നാ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് 25 വർഷം മുമ്പേ ഉള്ള ബന്ധമെങ്കിൽ ആമേൻ. 2025 വർഷം മുൻപേ നിനക്കും എനിക്കും വേണ്ടി ഹല്ലേലൂയ ആദ്യത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു ഏദൻ തോട്ടത്തിൽ എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ. ഒടുക്കത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു ഏദൻ തോട്ടത്തിൽ ആമേൻ തന്റെ കുഞ്ഞുങ്ങളുടെ നഗ്നത മറയ്ക്കാൻ അവൻ അവിടെ യാഗമായി തോല് കൊണ്ട് അവിടെ നഗ്നത മറച്ചെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. എന്റെ കർത്താവ് വിശ്വസ്തന. അവന്റെ മരണത്തിൽ കൂടെ നമ്മെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് കഴിഞ്ഞു. നിന്റെ എന്റെ മരണഭീതി എന്ന് രാത്രി ആരോടൊക്കെ പറഞ്ഞു നീ മരിക്കാൻ ആഗ്രഹിച്ചു.